തൊപ്പി ഇഷ്യൂ കൂട്ടെ തൊപ്പി ഇഷ്യൂ. ഇന്നലെ വരെ സത്യം പറയാലോ ഷമീറിന്റെ ലൈവ് കാണുന്നതിന് മുന്നേ വരെ എനിക്ക് തൊപ്പിയോട് കുറച്ചൊക്കെ ഇതുണ്ടായിരുന്നു. മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ ചില ആളുകളാണ് കുറ്റവാളികളെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. പക്ഷെ ഇന്നലെ തോട് കൂടി കഴിഞ്ഞിട്ട് ഉള്ളത് പറയാം. ചന്ദ്രൻ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എങ്ങനെ പറഞ്ഞോടാ? മനസ്സിലായോ? കാരണം കൂട്ടുകാര് ഫ്രണ്ട്സിന്റെ ആൾക്കാരെ കുറിച്ച് ഇങ്ങനെ പറയുന്ന ആൾക്കാരും ഇവനെ പോലത്തെ ദുഷ്ടന്മാർക്ക് പറ്റിയ സ്ഥലം ജയിൽ തന്നെയാ. കമന്റ് ഒക്കെ അടിക്കുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായോ? പക്ഷെ ഇത് ഭയങ്കര ബ്രൂട്ടൽ കമന്റ് അടിക്കുന്നു. നാണുണ്ടോടാ നിനക്കൊക്കെ? നാട്ടിലില്ലാത്ത പട്ടികളെ. ഇനി ആരെയും കൂട്ടെനിക്ക് നിൽക്കാൻ താല്പര്യമില്ല. മനസ്സിലായി? ഇന്നലെ കുറച്ചൊരു ഇതുണ്ടായിരുന്നു, കുപ്പിയുടെ ഭാഗത്തൊരു ഇതുണ്ടാ കാണും, ഇല്ല ഒരു ശരി കാണും എന്നുള്ളത് നമുക്കൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ ഇന്നോട്ട് നിർത്തും ആരുടെയും. വളരെ മാന്യമായ രീതിയിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. താനുമായി ബന്ധമുണ്ടെന്ന് മറ്റോ പോലീസുകാർ അറിഞ്ഞാൽ എന്റെ ഭാവി അതോടെ അവതാളത്തിലാവും. അവരുടെ കൂട്ടുകാരല്ലേ എന്ന് വിചാരിച്ചൊരു ഇതുണ്ടായിരുന്നു. മനസ്സിലായോ? പക്ഷെ ഇനി ഒരാളുടെ ഭാഗത്തല്ലേ ആഭാസന്മാർ ഇങ്ങനെയൊക്കെ പോയി നിന്റെയൊക്കെ പറഞ്ഞ സ്വാഭാവിക പറഞ്ഞായിരിക്കും. അതെന്താ ഇവനെയൊക്കെ നാട്ടുകാർ തല്ലി കൊല്ലുന്നേ? എനിക്ക് ഞാറുടെ ഭാഗത്ത് താല്പര്യം, എനിക്ക് സംസാരിക്കാൻ താല്പര്യം, ഒന്നും താല്പര്യം ഉള്ളത് പറയുന്നത്. സജി വീട്ടിൽ തന്നെ ഇരുന്നാ മതി, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.